വെൽക്കം ടു GSM. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോ, രണ്ടാമത്തെ വീഡിയോ. നമ്മൾ ഇന്ന് എന്തായാലും ഒരു പൊളി പൊളിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പോലെ തന്നെ ആരുടെ പാട്ടൊക്കെ ഓണാക്കിയിട്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യവും കച്ചവടം പൊടി പൊടിക്കാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ കണ്ടില്ല, നമ്മൾ കച്ചവടം പിടിച്ച് മാളൊക്കെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി നമ്മളെ സംഭവം എല്ലാം ഒന്ന് വിസ്തീർണമാക്കി. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആൾക്കാർക്കറിയാം മാള് ഇത്ര വലുതല്ലായിരുന്നു. ഏകദേശം ഈ ജനാലേൻ്റെ ഏരിയ, ഈ ഒറ്റ ജനാലല്ലേ ഇതാ പോയിൻ്റ് നിൽക്കുന്ന ആ ജനാലേൻ്റെ ആടം വരെയായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് റൂം ഇപ്പോഴും അൺലോക്ക് ആയിട്ടില്ല. ഞാൻ അൺലോക്ക് ആക്കുന്നതായിരിക്കും ഉടനെ. ആ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ആകെയുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി ഉണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ട്, ഇതെന്തെന്നാ ഓറഞ്ച്, ഓറഞ്ചും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൂ. പിന്നെ ഒരു പെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, സ്മൂത്ത് ബട്ടർ, നെയ്യുണ്ട്, അതായത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനം. ഒരു ബ്ലാക്ക് എറൽ എന്തോ കോഫി, ടീ ഉണ്ട്, അതായത് ചായപ്പൊടി. സത്യം പറഞ്ഞാൽ നമ്മളെ മലയാളം നാട്ടിലൊക്കെ അങ്ങനെ പറയാറുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വലിയ പിടുത്തം വേണ്ട എന്നൊക്കെയാണ്. ഞാൻ ഡയലോഗ് അടിക്കുന്നതിന് ഇനി വലിയ ചൂടാന്നാ. സോ ഗൈസ്, നമുക്ക് സാധനം ഇവിടെ ഇറക്കണം. ഇവിടെ ഒരു തേങ്ങയും ഇല്ല. അപ്പോൾ എല്ലാം നമുക്ക് ഇറക്കിയിട്ട് വേണം കച്ചവടം തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് എന്തൊക്കെയുണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. നമുക്ക് എടുത്തോളൂ, 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പച്ചക്കറി ഭാഗം തന്നെ നിറയ്ക്കാം ഓരോന്നായിട്ട്. സോ നമ്മൾ തക്കാളി ഓർഡർ ചെയ്തിട്ടുണ്ട്. തക്കാളി ഉടനെ വരുന്നതായിരിക്കും. ഒരു 50 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ 50 മിനിറ്റ് അല്ലേ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് ലെവലാക്കി വെക്കട്ടെ. ഇതിൻ്റെ ഷെൽഫ് അവിടെയുള്ള ഓക്കെ, അതൊക്കെ നമുക്ക് ഈ സാധനം അങ്ങ് പുറത്ത് തട്ടിക്കളയാം. തട്ടുക എന്ന് പറഞ്ഞാൽ കൊല്ലല്ല, പുറത്തിട്ടുക. ആരുടെ ഞാൻ നടക്കുന്നവരെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. കാലിലെന്തോ കുഴപ്പമില്ല ആളാ, പാവം ഉണ്ടാവും. പോട്ടെ. ഇതിലെന്താ ബട്ടർ 2 ഉള്ളൂ. അപ്പോൾ ഓർഡർ ചെയ്യേണ്ടി വരുമല്ലോ. അടുക്കെടുക്കട്ടെ. ഫ്രിഡ്ജിൽ ബട്ടർ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം എത്തണം, അതായത് തക്കാളി. നമ്മൾ ഇതിൻ്റെ പുതിയ ബോർഡൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, അതായത് പച്ചക്കറി ഐറ്റങ്ങൾ തന്നെ. നമ്മുടെ സാധനം ആകാശത്തു നിന്ന് ഇപ്പോൾ വരും. അതെന്തത് ഇങ്ങനെ താഴെ വീണിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് അടുത്തതും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാം. അടുത്തത് നമ്മൾ ക്യാപ്സിക്കം ആണ് ഓർഡർ ചെയ്യുന്നത്. ക്യാപ്സിക്കം ഓർഡർ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി, തക്കാളി മനെ വരൂ, സാധനം എടുത്തിട്ട്. എവിടെ നമ്മൾ തട്ടട തട്ടിൽ നിറച്ച്. പക്ഷെ 2 ബാക്കിയുണ്ട്. നോ പ്രോബ്ലം, നമ്മൾ 2 അവിടെ വെക്കും. നമ്മളവിടെ കളി, നമ്മളാരാ ബുദ്ധിമാൻ. സോ ഗൈസ്, നമ്മൾ ഇതിപ്പോൾ 16ാമത്തെ ലെവലാണ് നമ്മൾ കളിക്കുന്നത്. 16ാമത്തെ ലെവൽ കഴിഞ്ഞിട്ട് വേണമെന്നാണ് നമുക്കൊരു 10 സൂപ്പർ പവേഴ്സ്, അതായത് സൂപ്പർ എന്തോ ഒരു ഇടിമിന്നൽ ചിഹ്നം കാണുന്നില്ല, ദാ കണ്ട ആ ചിഹ്നം ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന മുതലിനെ വാങ്ങാൻ പറ്റും. ഒരു മിനിറ്റ്, ഈ എംപ്ലോയി ലൈസൻസ് നമുക്ക് ഓപ്പണായി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനത്തി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിനെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇതെന്താ, ദൈവമേ പേര് ഓർമ്മ വരുന്നില്ല. എന്തെങ്കിലും ആട്ടെ. ചോര കൂടുന്ന ഫ്രൂട്ട്സാണ് അതിൻ്റെ പേരെന്തെന്നതിനു എന്തോ ആണ് അവിടെ. അപ്പോൾ ക്യാപ്സിക്കാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ക്യാപ്സിക്കോ നിറഞ്ഞിട്ട് 1 ബാക്കിയായിപ്പോയി. അത് നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ എത്ര കാണുന്നതാ, ഒരേ കൊട്ടയിൽ ഇടാൻ പറ്റുമോ? ഇല്ല, മാറ്റിയിടാം. എവിടെ പോയി? താഴെയുണ്ട്. ഞാൻ വിചാരിച്ചെടുത്ത് കൊണ്ടിട്ട് കളഞ്ഞു എന്നൊക്കെയാണ്. ഇവർക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, നമ്മളത്ര. സോ നമ്മൾ അടുത്ത പ്രാവശ്യം ഈ മാർക്കറ്റിംഗ് ഗെയിം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഗെയിം എന്തായാലും കളിക്കാൻ പോകുന്നത് ബാങ്ക് മാനേജറായിട്ടാണ്.
ബാങ്കിലെ ബിസിനസ്, അതായത് നമ്മൾ നോട്ട് അച്ചടിച്ചിറക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്. ഞാനിവിടെ സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഓ അത് മതി. നമ്മുടെ പർച്ചേസ് ചെയ്യേണ്ട സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാവും. സാധനം സോ നമ്മുടെ സാധനം ഇത് തന്നെയല്ലേ? ഇത് തന്നെ. ഹലോ ചേച്ചി, എന്തല്ല ആകാശത്താ? ഓക്കെ. സോ നമ്മൾ ആട്ടപ്പൊടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, അടുത്ത ഓർഡർ ചെയ്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ഓർഡർ ചെയ്യാം. ആട്ടപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര ഓർഡർ ചെയ്തില്ലേനു. അപ്പോൾ അതെത്തട്ടെ. നമുക്ക് ഇതെടുത്ത് വെക്കാം. കോഫിപ്പൊടി, ചായപ്പൊടീൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം കോഫിപ്പൊടിയും. ഓ നൈസ്. ഇതിലേതാണ് ഗൈസ് ഈ ബൂട്ടിയുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലേതിനാണ് നല്ലോണം കുറച്ചുകൂടെ ഭംഗിയുള്ള കവർ പാക്കേജ്? അടുത്തൊന്ന് നോക്കിയാൽ കോഫിക്കാണോ ചായപ്പൊടിക്കാണോ? ഇത് ചായപ്പൊടിയാണ്, ഇത് കോഫിപ്പൊടിയാണ്, എന്തോ പൊടിയാണ്. എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തത് ആർമിക്കാരാ, തൊട്ട് കളിച്ചാൽ നമ്മളകത്താവും. കച്ചവടം അങ്ങനെ പൊടി പിടിക്കുന്നതിന് വെച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. നമുക്ക് ലൈസൻസ് എടുക്കാനുണ്ട്. മാംഗോ, പിന്നെ എന്തോ ചോക്ലേറ്റ് ക്രീം, അങ്ങനെ എന്തൊക്കെ സാധനം, പിന്നെ ഒരു ബ്രെഡ് ഇങ്ങനെ ഈറ്റ് ചെയ്യുന്ന, പിന്നെ കുറേ ക്രീം ബിസ്ക്കറ്റ്സ്, പിന്നെ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ സാധനമൊക്കെ നമുക്ക് ലൈസൻസ് എടുക്കാനുണ്ട്. ഒക്കെ പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. നമ്മൾ കച്ചവടക്കാരിൽ നിന്നും കച്ചവടക്കാരാകണ്ടേ എന്നിട്ടല്ലേ നമ്മൾ കച്ചവടം പിടിക്കണ്ടേ നമുക്ക് ആദ്യം. ഇപ്പോൾ പഞ്ചസാര ഇവിടെ വെക്കാം. പഞ്ചസാര ഇവിടെ വെച്ചു. അടുത്ത് നമ്മൾ എന്താണ് ഓർഡർ ചെയ്യേണ്ടത്? പഞ്ചസാര കഴിഞ്ഞാൽ ഫ്യൂറി ബിറ്റ്സ് എന്താണ് അതതിലേക്കിട്ട്. ഒരു ശാഖ ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി ഇവിടെ സാധനം മേലെ എന്തെങ്കിലും വേണമല്ലോ. മേലേക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയ ലൈസൻസ് നമ്മൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടു. മേലെ വെക്കാൻ തൽക്കാലം ഒന്നും ഞാൻ ഓർഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ ഇതിൽ നമ്മൾ ഈ ഐസ്ക്രീമും പിന്നെ ഈ എഗ്ഗും ബട്ടറും നമ്മൾ ഓർഡർ ചെയ്യണം. അതായത് ഈ കാണുന്ന ഫ്രിഡ്ജില്ലേ, ഇതിൽ ബട്ടർ ആകെ 2 തന്നെ ഉള്ളൂ. അത് നമുക്ക് വാങ്ങിയിടണം. ബട്ടറെല്ലാം കുറവാണ്. ഇത് ആകാശത്തുനിന്ന് താഴേക്ക് വീണാൽ മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വരും. അതാ വന്നിക്ക. ഇനി നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി എന്തായാലും ഓർഡർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്യേണ്ടത്. ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടിയെടുക്കടാ. അട്ടപ്പൊടി 1000 ചില്ലാണ് ഡോളർ ഞാൻ ആക്കിയത് എങ്ങനെയാണെന്നറിയോ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വീഡിയോ കാണാത്തവർ എന്തായാലും വീഡിയോ പോയി കണ്ടേക്കുക. അപ്പോൾ ഐസ്ക്രീം നമ്മൾ റെഡിയാണ്. അവിടെ വെക്കല് ഐസ്ക്രീം ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് പാലും വെള്ളമാണ്. പാലും വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ട്. പാലും വെള്ളത്തട്ടെ. പാലും വെള്ളം അപ്പോഴത്തേക്കെത്തും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഒന്നുകൂടെ നമ്മളിവിടെ വാങ്ങിക്കുന്നതാണ്. അതായത് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കുറച്ചുകൂടെ ഒന്ന് വാങ്ങി കുറച്ചുകൂടെ ഒന്ന് വലിയ രീതിക്ക് ബിസിനസ് നടത്താനാണ്. നമ്മുടെ കച്ചവടം ഇപ്പം അത്ര പോരാ. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഒപ്പം ഒന്ന് വേറൊരു ഡബിളായിട്ടുള്ളൊരു ഫ്രിഡ്ജും കൂടെ വാങ്ങുന്നുണ്ട്. നമുക്ക് ഈ ചെറിയൊരു ഫ്രിഡ്ജ് കൊണ്ട് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു ഡബിൾ ഫ്രിഡ്ജും കൂടെ വാങ്ങാൻ താമസിയാതെ നോക്കുന്നതാണ്. എന്നാലേ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അത് സ്റ്റോറേജ് ഒന്ന് അൺലോക്കായി കിട്ടണം. അതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂപ്പർ പവർ ചിഹ്നം അതൊന്ന് ഓണായി കിട്ടിയാൽ
നമുക്ക് ബാക്കി ചെയ്യാം. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുട്ട, കോഴിമുട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം കണ്ടല്ലോ 1000 ചില്ലാണ് ഡോളർ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വെറും, നിങ്ങൾ തന്നെ പറ എത്രയുണ്ട്, $755 ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ആട്ടെ, നമ്മൾ ബിസിനസ് മാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പ്രോഫിറ്റ് വരും പോവും, അതൊക്കെ നമ്മൾ സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് എടുക്കാവും. അവസാനം കുത്തിരുന്ന് തണ്ട, അല്ലാതെ ഞാനെന്താ അറിയാനാ. ഈ സാധനം ഒന്ന് ഞാൻ ബാക്കോട്ടാക്കാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോന്നു തനിയെ കൗണ്ടറിൽ. പക്ഷെ എന്താ ചെയ്യുക, ഇതും അങ്ങനെ മാറ്റാൻ നോക്കി, പക്ഷെ ഇതും നടക്കുന്നില്ല. എന്താ കുറേ നേരമായില്ല വർത്താനം പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സമുദ്രമാണെന്ന് പറഞ്ഞാൽ സമുദ്രമായിരിക്കും, അത്രയ്ക്കും വലിയ സമുദ്രം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് എടുത്തു വെക്കാം. അല്ലാണ്ട് ഇപ്പോൾ പരിപാടി തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയെല്ലാം പെട്ടെന്നായിരിക്കും. ഇനി തിരക്കാണ്. നമ്മൾ കട ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കസ്റ്റമർ ആരാണ്? ഏച്ചി, അല്ല പോലീസാണോ? തനിയെ കൊട്ട വരൂ. അതൊക്കെ ഗെയിമിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ഏട്ടാ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഐസ്ക്രീമോ? അത് അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടുവരുള്ളൂ. അതിന് ലൈസൻസ് ഞാൻ എടുത്തിട്ടില്ല. മേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. അപ്പോൾ എടുക്കേണ്ട ആൾക്കാരെല്ലാവരും എടുത്തോളൂ. വന്നു, പറയൂ. പൈസ 47, ഓക്കെ, 66 രൂപ. ഓക്കെ, താങ്ക് യു. അടുത്ത ആരാളുള്ളത്? ലീവ് ചെക്കൗട്ട്. ചേട്ടനാണോ ചേച്ചിയാണോ ആരാണ്? ബട്ടർ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 39. നല്ലോണം പൈസ വാങ്ങുന്നുണ്ടല്ലോ ചങ്ങായികൾ. ചെക്കൗട്ട്. നമ്മൾ ബട്ടർ ഉണ്ട് ഇവിടെ എവിടെയോ പാക്ക് ചെയ്ത് വെച്ചിട്ട്. ഏതിനാ ബട്ടറിൽ? ഇവിടെ ഫുൾ ബട്ടർ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് ഇവിടെ ഇടട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഏച്ചിക്ക് എന്താണ്? ഓക്കെ, 47 രൂപ, 47.7. ഓക്കെ, ഇനി അടുത്ത ഏച്ചി വരും. ഏച്ചി നല്ലോണം വാങ്ങുന്നുണ്ട് സാധനങ്ങളൊക്കെ. 0. ഓക്കെ, വിട്ടോളൂ. താങ്ക് യു. കാശുകാരിയാണല്ലേ. ഇതൊക്കെ എന്ത്? എല്ലാവരും നല്ല പൈസക്കാരികളാണ്. ഉറങ്ങല്ലേ ചേച്ചി. 95, 98 ഉറുപ്പ്യയും കൂടെ കൊടുക്കണം. ഓക്കെ, ഒരേ പച്ചക്കറിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ ഒരു മിനിറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ആളെ ചളിയ പോലെ ആക്കും. $26.53. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ. ശരി. ഇതിനും ഈ ഒരു സാധനമൊക്കെ വാങ്ങാനാണ് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ വരിക. ലുക്ക് കണ്ടിട്ടുണ്ട പണക്കാരിൻ്റെതു, കോലം കണ്ടിട്ടുണ്ടെങ്കിൽ പിച്ചക്കാരിൻ്റെ. $21.23. ഓക്കെ, അടുത്ത ആൾ. ചേട്ടാ, ഐസ്ക്രീം ഒന്നും വന്നിക്കില്ല ചേട്ടാ. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, ഐസ്ക്രീം ഒന്നും വരാനായിക്കില്ല. സമയം ഇപ്പോൾ 1:56 ആയിട്ടുണ്ട്. അത് ഉച്ചയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയാണ്, അമേരിക്കയിൽ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എത്രയാണ്? 0 ബാലൻസ്. ഓക്കെ, അടുത്ത ആൾ വരൂ. 14.39. നമുക്ക് ഇരട്ടി ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെക്കൗട്ട് ഞാൻ സാധനങ്ങളുടെ. ഓക്കെ, കോഫി ഗോൾഡനാ. 27.22.
ഓക്കെ ചേച്ചി. അടുത്ത ആൾ വരട്ടെ. ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഐസ്ക്രീം ഞാൻ ലൈസൻസ് എടുത്തിക്കില്ല. എടുക്കുന്നേരം ഞാൻ സാധനം എത്തിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? അടുത്ത പ്രാവശ്യം വരൂ, നമുക്കൊരു കച്ചവടം പൊളിക്കാം. സാധനം $3.25. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത ആൾ ATM കാർഡാണല്ലേ? അല്ല, ATM കാർഡല്ല, മറ്റേ ഇതിനെന്തോ ഒരു പേര് പറയാനല്ലോ കാർഡിന്. സ്വൈപ്പ് ചെയ്യുന്ന കാർഡ്. എല്ലാവർക്കും ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം തരുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ പിച്ചച്ചട്ടി എടുത്ത് കുത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. അതുകൊണ്ട് ക്യാഷ് ബാക്ക് ഉണ്ടാവില്ല. വരാൻ പോകുന്ന വിഷു സംബന്ധിച്ച് എല്ലാവർക്കും എൻ്റെ വക ക്യാഷ് ബാക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വന്ന് കടയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ട പൈസയൊക്കെ തരിക കേട്ടോ മോനെ. ബൈ. ഓഹോ, താങ്ക് യു. ഇപ്പോൾ 4:05 മണിയായിട്ടുണ്ട്. നമ്മുടെ കച്ചവടം തകർപ്പനായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒന്നും സ്പീഡിൽ ചെയ്തുകൊണ്ട് ഇരിക്കണം, എന്നാലേ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. താങ്ക്സ്. ഇവർക്ക് എന്തിനാണ് ഇത്ര സ്പീഡായി? ഏച്ചി, നിങ്ങൾ വന്നീനോ? ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിങ്ങൾ വരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എന്തായാലും വന്നതിന് വളരെ നന്ദി. അടുത്ത ആളെന്താണ്? 91.97. അല്ല, 1.97. ഓക്കെ, $18 15 10 കൊടുത്തായി. ഒരു പോലീസൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും ഞങ്ങളല്ലോ. എന്താ പറയേണ്ടത്? മോശമല്ലേ, മോശം. സോ നമ്മൾ തിരക്കിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കച്ചവടം ഇങ്ങനെ തകർത്ത് പോവുകയാണ്. കച്ചവടം പൊടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കച്ചവടം ആയി വരുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. നമ്മളെ കച്ചവടം 55.94. അതിലെ ഇവരിവിടെ വൃത്തികേടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞിക്കില്ലേ ഇവരിവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടാവുന്നു. സമയമില്ലാത്ത നേരത്താണ് ഈറ്റകളെല്ലാം കൂടെ വന്നിട്ട് വൃത്തികേടാക്കുന്നത്. 12.54. ഓക്കെ, അടുത്ത ആൾ വരൂ. സോ 37.56. ഓക്കെ കേട്ടോ. നമ്മൾ ലാഭം എന്തായാലും ഇരട്ടി ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കച്ചവട സാധനം പീടിക പൂട്ടിയെന്ന് തോന്നുന്നു. സമയമായി 9 മണിയായിട്ടുണ്ട്. പീടിക ഇന്ന് ക്ലോസ് ആണ്. അപ്പോൾ 78 റുപ്യയും കൂടെ കൊടുക്കണം. 78 രൂപ. കച്ചവടം നമ്മൾ തകർത്തു എന്ന് തന്നെ പറയാം. കച്ചവടം നമ്മൾ ഒരു മാറ്റമില്ലാതെ തകർത്തു എന്ന് തന്നെ പറയാം. കച്ചവടത്തിന് നമുക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. $47. $47. 18.98. നമ്മൾ ഒരുമാതിരിപ്പെട്ട കച്ചവടമൊക്കെ ഇന്ന് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം, എൻ്റെ ഒരു വിശ്വാസമുള്ളത്. ബട്ടറൊക്കെ തീർന്നിട്ടുണ്ട്. മുട്ട, എഗ്ഗ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ഹീറ്റുകൾ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ചിലവായിക്കില്ല. ബ്യൂട്ടി ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അതോടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുണ്ടായത് അറിയാനൊരു ആകാംക്ഷ. നമുക്ക് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മുടക്കിയ പൈസ $285.92 നമുക്ക് കിട്ടിയത്
അതായത് മൊത്തമായിട്ട് കിട്ടിയത് $624.48. ഐ മീൻ $338.5 നമുക്ക് ടോട്ടൽ പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 26ാമത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഐ മീൻ 16ാമത്തെ ലെവൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.